ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഈ വീഡിയോയിൽ എന്താണ് നോക്കുന്നതെന്ന് വെച്ചാൽ ഒരു സോളിഡ് ആയിട്ടുള്ള കളറ് സ്റ്റെപ്പ് ഫയലിൽ നിന്ന് IGS എന്നൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയം അതിനൊരു ഡിഫോൾട്ട് കളർ ഉണ്ടായിരിക്കും. പക്ഷെ അത് നമുക്ക് ചിലപ്പം 3D ഐഡന്റിഫൈ ചെയ്യാനോ ചില കോർണറുകളൊക്കെ സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവത്തില്ല. അപ്പോൾ നമുക്ക് വേണ്ട ഒരു സ്പെസിഫൈഡ് കളറിലേക്ക് സോളിഡ് കൊണ്ടുവരുന്നത് ആണ് വീഡിയോയിൽ നോക്കുന്നത്. അതിനുവേണ്ടി ആദ്യം നമുക്കൊരു ഫയൽ ഓപ്പൺ ചെയ്യാം. ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അതിൻ്റെ കളർ മാറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിലിപ്പോൾ എല്ലാം ടൂൾ പാത്ത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം അത് നമുക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ലെവലിൽ പോയി അതിൻ്റെ ലൈൻസ് എല്ലാം ഓഫ് ചെയ്തു. ഇതാണ് ഞാൻ ഓപ്പൺ ചെയ്തപ്പോഴുള്ളൊരു യെല്ലോ കളറാണ് കാണുന്നത്. പക്ഷേ അതെനിക്ക് കംഫർട്ടല്ല. ഞാനതിൽ ചെക്ക് ചെയ്യുന്നത് ഡയമെൻഷനും സൂം ചെയ്ത് നോക്കുന്നതുമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിൻ്റെ കളർ മാറ്റാം. കളർ മാറ്റാൻ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. മാസക്കം 2023 ആണെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ സോളിഡ് കളർ എന്നൊരു ഓപ്ഷൻ വരും. അത് സെലക്ട് ചെയ്ത് പാർട്ടും സെലക്ട് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക് കളർ ചേഞ്ച് ആവും. ഇപ്പം ഞാൻ ഓൾറെഡി ചേഞ്ച് ചെയ്തു, പക്ഷേ എനിക്ക് ആ സ്പെസിഫൈഡ് ആ ബ്ലാക്ക് കളർ ഇതിലേക്ക് വന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ സോളിഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് ക്ലിയർ ഓൾ കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക് ആ കളർ ഓഫ് ചെയ്യും. ഇതിൽ തന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, ചേഞ്ച് ഫേസ് കളർ. അത് ജസ്റ്റ് ഇപ്പോൾ യെല്ലോ കളറാണ്, ഏത് കളറാണ്, റെഡ് കളറാണ് വേണം, ഇമ്പോർട്ടൻ്റ് ഏരിയയില്ല റെഡ് കളർ വേണമെങ്കിൽ റെഡ് കളർ സെലക്ട് ചെയ്യുക. ഏതാണ് ആ ഏരിയ എന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക് ആ ഏരിയ മാത്രം കളർ ചേഞ്ച് ആവും. നമുക്കൊരു 2D ഡ്രോയിങ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയമെൻഷൻ ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ലെങ്ത് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അപ്പോൾ പ്രോഗ്രാം ചെയ്യുന്ന സമയം എളുപ്പത്തിന് മനസ്സിലാവും ഈ ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്, അവിടെ 65 ഇമ്പോർട്ടൻ്റ് ഡയമെൻഷനാണ്, അവിടെ നമുക്ക് റെഡ് കളർ കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് ഒരു പാർട്ടിൻ്റെ കളർ മാറ്റുന്നത്, സ്പെസിഫൈഡ് കളറിലേക്ക് കൊണ്ടുവരുന്നത്. ഇനിയിപ്പം പഴയ കളറിലേക്ക് തന്നെ തിരിച്ചു പോകണമെങ്കിൽ വീണ്ടും ക്ലിയർ ഓൺ കൊടുത്താൽ ചേഞ്ച് ആവും. ഇനിയിപ്പോൾ എനിക്കതല്ല വേറെ കളറിലേക്ക് പോകണമെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക, ബ്ലൂ കളർ സെലക്ട് ചെയ്യുക, ബ്ലൂ കളറിൽ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഓക്കെ. അപ്പോൾ ഇത് ഇങ്ങനൊരു ഓപ്ഷൻ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടട്ടെ എന്നൊരു ഇതിലാണ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.